നമസ്കാരം. ഇത് അത്യാവശ്യം നല്ല മഴയുള്ള ഒരു ദിവസം ചെന്നൈ കോയമ്പേടിൽ സ്പോട്ട് ചെയ്ത ചെന്നൈ ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡ്രീം ലൈൻ ട്രാവൽസിൻ്റെ ഒരു വീരയിൽ പണിത അശോക് ലേലൻ AC സ്ലീപ്പർ ബസ്സാണ്. ആക്ച്വലി കോയമ്പേടിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കോയമ്പേട് ബസ് സ്റ്റാൻഡിനെ പറ്റി കൂടി, എസ്പെഷ്യലി ഒമിനി ബസ് സ്റ്റാൻഡിനെ പറ്റി കൂടി പറയാതെ വയ്യ. കാരണം ചെന്നൈയിലെ ബാക്കിയുള്ള ബസ് സ്റ്റാൻഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വൃത്തി കുറവുള്ളൊരു ഇടമാണ് ഈ ഒമിനി ബസ് സ്റ്റാൻഡ്. പിന്നെ മൊത്തത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ വലുപ്പം, അതിലെത്ര ബസ്സുകളുണ്ടെന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ വെഹിക്കിൾ ഡെൻസിറ്റി വളരെ കൂടുതലായിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു കൺജഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രോപ്പർ ടോയ്ലറ്റോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംവിധാനങ്ങളുടെ കുറവുണ്ട്. ഇവിടെയാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്, അതായത് കിളമ്പകത്തുള്ള പുതിയ ബസ് സ്റ്റാൻഡ് വ്യത്യസ്തമാകുന്നത്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഏരിയയും, ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും വൃത്തിയുള്ളൊരിടം, അല്ലെങ്കിൽ ചെന്നൈയിലെ ബസ് സ്റ്റാൻഡുകളിൽ ഏറ്റവും വൃത്തി, ബാക്കിയുള്ള ബസ് സ്റ്റാൻഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കാൻ പറ്റുന്ന അത്രയുള്ള വൃത്തിയുള്ള സ്ഥലമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിനൊക്കെ കത്തി വിലയാണ്, എന്നാലും ടോയ്ലറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോയമ്പേട് ബസ് സ്റ്റാൻഡിലും പണ്ട് പണിത സമയത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻ്റെനൻസിൻ്റെ കുറവുകൊണ്ടൊക്കെ ആണ് അടിപ്പോയത്. അപ്പോൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കാര്യം നമ്മൾ പണിയുന്നതിലല്ലോ, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കൂടിയും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മെയിനായിട്ട് ഈ ഡ്രീം ലൈൻ ട്രാവൽസിൻ്റെ സെറ്റ്ലറ്റ്സ്, അവരുടെ സെറ്റ്ലറ്റ്സ് കോമ്പിനേഷൻ, അത് സെറ്റ്ലറ്റ്സ് ബോഡിയിൽ പണിത ബസ്സുകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്നാലും ഇടയ്ക്ക് അല്ലറ ചില്ലറ വീരയിൽ പണിത ബസ്സുകളും കാണാറുണ്ട്. പക്ഷേ സെറ്റ്ലറ്റ്സ് പ്ലസ് ഡ്രീം ലൈൻ പ്ലസ് അവരുടെ ആ ഒരു അമേരിക്കൻ ഫ്ലാഗിൻ്റെ ആ ഒരു ഈ ടൈപ്പ് ലിവറി ഉണ്ടല്ലോ, അതൊരു ഭയങ്കര കോമ്പിനേഷനാണ്. താങ്ക് യു.